ഹലോ, 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ബോർഡ് എക്സാം അടുത്തെത്തിയല്ലേ? ടെൻഷനൊന്നും വേണ്ട. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ഈ ചാപ്റ്റർ നമുക്ക് ഒരുമിച്ച് വെറും 5 മിനിറ്റിൽ പൊളിച്ചെടുക്കാം. എക്സാമിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം, ഒരു സൂപ്പർ ഫാസ്റ്റ് റിവിഷൻ. റെഡിയല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത്, നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നത്, പിന്നെ പാല് പുളിച്ചു പോകുന്നത്, ഇതിനെല്ലാം കോമൺ ആയിട്ട് എന്താണുള്ളത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പൊ മനസ്സിലായില്ലേ? കെമിസ്ട്രി വെറും ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങുന്ന ഒന്നല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 മിനിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. കെമിസ്ട്രി എല്ലായിടത്തുമുണ്ട്. കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ എഴുതാം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെങ്ങനെ ബാലൻസ് ചെയ്യാം, അത് കഴിഞ്ഞ് പലതരം റിയാക്ഷൻസും നമ്മുടെ ഡെയിലി ലൈഫിലെ ഓക്സിഡേഷനും, ഇത്രയും കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്, കെമിസ്ട്രി നമ്മുടെ ചുറ്റുമുണ്ട്. ഇത് വെറും പുസ്തകത്തിലെ ഡെഫിനിഷനുകളല്ല, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന, റിയൽ വേൾഡിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമ്മൾ എങ്ങനെയാ തിരിച്ചറിയാ? സിമ്പിളാണ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നുകിൽ അതിന്റെ സ്റ്റേറ്റ് മാറിയിട്ടുണ്ടാകും, അതായത് സോളിഡ് ലിക്വിഡ് ആകുകയോ മറ്റോ ചെയ്യാം. അല്ലെങ്കിൽ നിറം മാറിയിട്ടുണ്ടാകും. ചിലപ്പോൾ ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ടാകും. അല്ലെങ്കിൽ ടെമ്പറേച്ചറിലൊരു മാറ്റം വരും, അതായത് ചൂടാവുകയോ തണുക്കുകയോ ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ ഉറപ്പിച്ചോ, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോ എന്താണ് ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറയാം. ഒരു സാധനം അതിന്റെ ഒറിജിനൽ സ്വഭാവമൊക്കെ മാറി പുതിയൊരു സാധനമായി മാറുന്ന ഒരു പ്രോസസ്സ്. അതായത് പഴയ ആള് പോയി പുതിയൊരാള് വന്നു, അത്രയുള്ളൂ. ഇതാണതിന്റെ ബേസിക് ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് കെമിസ്ട്രിയുടെ സ്വന്തം ഭാഷയെക്കുറിച്ച് സംസാരിക്കാം. അതെ, കെമിസ്ട്രിക്കും ഒരു ഭാഷയുണ്ട്. ഈ റിയാക്ഷൻസിനെക്കുറിച്ചൊക്കെ വലിയ വലിയ സെന്റൻസുകളിൽ എഴുതുന്നതിന് പകരം സിമ്പിളായിട്ടും കറക്റ്റായിട്ടും എഴുതാൻ സയന്റിസ്റ്റ്സ് ഉപയോഗിക്കുന്ന ഒരു കോഡ് ലാംഗ്വേജ്, അതാണ് കെമിക്കൽ ഇക്വേഷൻസ്. ദാ ഇവിടെ നോക്കൂ. മഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു എന്ന് ഇത്രയും നീട്ടി വലിച്ചെഴുതുന്നതിന് പകരം എത്ര സിമ്പിളായിട്ടാണ് Mg+O2 gives MgO എന്നെഴുതിയിരിക്കുന്നത്. ഇതാണ് കെമിക്കൽ ഇക്വേഷൻസിന്റെ ഒരു പവർ. സമയം ലാഭിക്കാം, കാര്യങ്ങൾ ക്ലിയർ ആവുകയും ചെയ്യും. ഏതൊരു കെമിക്കൽ ഇക്വേഷൻ എടുത്താലും അതിന് 2 മെയിൻ ഭാഗങ്ങളാണ്. ആരോ മാർക്കിന്റെ ഇടതുവശത്ത്, അതായത് LHSലുള്ളവരാണ് റിയാക്ടൻസ്, അവരാണ് റിയാക്ഷനിൽ പങ്കെടുത്തുന്നത്. ഇനി ആരോ മാർക്കിന്റെ വലതുവശത്ത് RHSലുള്ളതോ, അതാണ് പ്രോഡക്ട്സ്, അതായത് റിയാക്ഷൻ കഴിഞ്ഞ് പുതുതായി ഉണ്ടായ സാധനങ്ങൾ. ഇനി എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. നിങ്ങളുടെ എക്സാമിലെ ഷുവർ മാർക്ക് കിട്ടുന്ന ഏറ്റവും ക്രൂഷ്യലായ ഒരു സ്കില്ലിലേക്കാണ് നമ്മൾ പോകുന്നത്, കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത്. പലർക്കും ഇതൊരു തലവേദനയാണല്ലേ? പേടിക്കേണ്ട, ഇതെത്ര സിമ്പിളാണെന്ന് നമുക്കിപ്പോ കാണാം. അല്ല, അതിനു മുൻപൊരു ചോദ്യം. എന്തിനാ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്യുന്നേ? അല്ലാതെ എഴുതിയാൽ എന്താ കുഴപ്പം? ഇതിനൊരു കാരണമുണ്ട്, വെറുതെ അല്ല. കെമിസ്ട്രിയിലെ, അല്ല, ഈ പ്രപഞ്ചത്തിലെ തന്നെ ഒരു അടിസ്ഥാന നിയമം ഇതിനു പിന്നിലുണ്ട്. അതാണ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അഥവാ പിണ്ഡ സംരക്ഷണ നിയമം. ഈ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് പുതിയതായി മാസ് ഉണ്ടാക്കാനോ ഉള്ള മാസ് നശിപ്പിക്കാനോ പറ്റില്ല. സിമ്പിളായി പറഞ്ഞാൽ, റിയാക്ഷന് മുൻപ് ഓരോ എലമെന്റിന്റെയും എത്ര ആറ്റങ്ങളുണ്ടോ അത്രയും തന്നെ ആറ്റങ്ങൾ റിയാക്ഷന് ശേഷവും ഉണ്ടാകണം. LHSും RHSും ഈക്വൽ ആകണം. അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം വെച്ച് ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഇക്വേഷൻ ഇതാണ്. Fe + H2O gives Fe3O4 + H2. ആദ്യം ഓക്സിജനിൽ നിന്ന് തുടങ്ങാം. റൈറ്റ് സൈഡില് RHSല് 4 ഓക്സിജൻ ആറ്റം ഉണ്ട്, അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡിലും LHSലും 4 ഓക്സിജൻ വേണം. അതിനുവേണ്ടി H2Oയുടെ മുന്നില് ഒരു 4 ഇട്ടുകൊടുക്കാം. ഇപ്പൊ നോക്കൂ, ലെഫ്റ്റ് സൈഡിലെ ഹൈഡ്രജന്റെ എണ്ണം മാറി. 4 × 2 8 ഹൈഡ്രജനായി. അപ്പോൾ റൈറ്റ് സൈഡിലും 8 ഹൈഡ്രജൻ വേണം. അതിനുവേണ്ടി H2Oയുടെ മുന്നിലും ഒരു 4 ഇട്ടുകൊടുക്കാം. ഇനി ആകെ ബാക്കിയുള്ളത് അയൺ, അതായത് Fe ആണ്. റൈറ്റ് സൈഡില് 3 Fe ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും 3 എണ്ണം വേണം. Feയുടെ മുന്നിൽ ഒരു 3 ചേർക്കാം. കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ ഇതാണ്. 3Fe + 4H2O gives Fe3O4 + 4H2. കണ്ടോ, എത്ര സിമ്പിളാണ്.
ബാലൻസിംഗ് പഠിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതായത് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. ലോകത്ത് ലക്ഷക്കണക്കിന് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ പേടിക്കേണ്ട, അതിൽ മിക്കതിനെയും നമുക്ക് കുറച്ച് സിമ്പിൾ ഗ്രൂപ്പുകളായി തിരിക്കാൻ പറ്റും. ആ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഏത് റിയാക്ഷൻ കണ്ടാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതിലാദ്യത്തേതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. പേരിൽ തന്നെയുണ്ട്, കമ്പൈൻ ചെയ്യുക, അതായത് ഒന്നിച്ചു ചേരുക. രണ്ടോ അതിൽ കൂടുതലോ റിയാക്റ്റൻസ് ഒന്നിച്ചു ചേർന്ന് ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. സിമ്പിളായിട്ട് ഓർത്തുവെക്കാൻ എയും ബിയും ചേർന്ന് എ ബി ഉണ്ടാകുന്നു. അത്രയുള്ളൂ. അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് നീറ്റുകക്ക, അതായത് കാൽഷ്യം ഓക്സൈഡ് വെള്ളവുമായി ചേരുന്നത്. ഇവിടെ CaOAയും H2Oയും എന്ന രണ്ട് റിയാക്റ്റൻസ് ചേർന്ന് CaOH2 അഥവാ സ്ലേക്ഡ് ലൈം എന്ന ഒരൊറ്റ പ്രോഡക്റ്റായി മാറുന്നു. അടുത്തത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇത് കോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഒരൊറ്റ റിയാക്റ്റന്റ് പൊട്ടി രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ പ്രോഡക്ട്സായി മാറുന്നു. അതായത് AB ബ്രേക്ക് ഡൗൺ ആയി Aയും Bയുമായി മാറുന്നു. ഇതിനൊരു നല്ല ഉദാഹരണമാണ് ചുണ്ണാമ്പുകല്ല്, അതായത് ലൈംസ്റ്റോൺ ചൂടാക്കുന്നത്. CaCO3 എന്ന ഒരൊറ്റ കമ്പൗണ്ട് ചൂടാക്കുമ്പോൾ CaO അതായത് നീറ്റുകക്കയും CO2 കാർബൺ ഡയോക്സൈഡുമായി വിഘടിക്കുന്നു. കണ്ടില്ലേ, 1 2 മാറി. മൂന്നാമത്തെ ടൈപ്പാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് വെച്ചാൽ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നാണല്ലോ അർത്ഥം. ഇവിടെ കൂടുതൽ റിയാക്റ്റീവായ, അതായത് കൂടുതൽ പവർഫുള്ളായ ഒരു എലമെന്റ് റിയാക്ടിവിറ്റി കുറഞ്ഞ ഒന്നിനെ അതിന്റെ കോമ്പൗണ്ടിൽ നിന്ന് തട്ടിമാറ്റി ആ സ്ഥാനം കൈയേറുന്നു. ഏറ്റവും ഫേമസ് ആയ ഒരു ഉദാഹരണമാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഒരു ഇരുമ്പാണി ഇട്ടുവെക്കുന്നത്. കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതൽ അയോണിനാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അയോൺ കോപ്പറിനെ തള്ളി പുറത്താക്കി അയോൺ സൾഫേറ്റായി മാറും. ആ പാവം കോപ്പർ ആണിയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി നാലാമത്തത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. പേര് പോലെ തന്നെ ഇവിടെ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ രണ്ട് കോമ്പൗണ്ടുകൾ അവരുടെ അയോണുകളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഒരു പാർട്ട്ണർ സ്വാപ്പിംഗ് പോലെ. ദാ ഈ ഉദാഹരണം നോക്കൂ. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറിന്റെ കൂടെയും ബേരിയം സൾഫേറ്റിന്റെ കൂടെയും പോകുന്നു. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച്. ഈ റിയാക്ഷനിൽ ബേരിയം സൾഫേറ്റ് എന്ന വെള്ളത്തിൽ ലയിക്കാത്ത ഒരു പ്രസിപ്പിറ്റേറ്റ് രൂപപ്പെടുന്നുണ്ട്. അപ്പോ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചുവരാം. ഓർക്കുന്നില്ലേ, ഇരുമ്പ് തുരുമ്പെടുക്കുന്നതും ഭക്ഷണം ചീത്തയാകുന്നതും ഒക്കെ? അതിനു പിന്നിലുള്ള കെമിസ്ട്രി എന്താണെന്നിപ്പോ പറയാം. അതാണ് ഓക്സിഡേഷൻ. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഓക്സിഡേഷന്റെ രണ്ട് പ്രധാന ഉദാഹരണങ്ങളാണ് ഇത്. ഒന്നാമത്തേത് കൊറോഷൻ അഥവാ ലോഹനാശനം. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. രണ്ടാമത്തേത് റാൻസിഡിറ്റി. എണ്ണയിലും കൊഴുപ്പിലുമൊക്കെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതിന്റെ ടേസ്റ്റും മണമുമൊക്കെ മാറില്ലേ, അതാണ് റാൻസിഡിറ്റി. പഴയ എണ്ണ പലഹാരങ്ങൾക്കൊക്കെ ഒരു ചീത്ത ടേസ്റ്റ് വരുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ചിപ്സ് പാക്കറ്റിലൊക്കെ കാറ്റ് നിറച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ഓക്സിജൻ അല്ല, നൈട്രജനാണ്. ഈ റാൻസിഡിറ്റി തടയാനാണ് അത് ചെയ്യുന്നത്. അപ്പോ അത്രയുള്ളൂ. ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് എല്ലാം നമ്മൾ ഓടിച്ചു നോക്കി. ഒരു റിയാക്ഷൻ എങ്ങനെ തിരിച്ചറിയാം, ഇക്വേഷൻ എങ്ങനെ എഴുതാം, എങ്ങനെ ബാലൻസ് ചെയ്യാം, പിന്നെ അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നും ഇപ്പൊ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങളുടെ ടേണാണ്. ചുറ്റും നടക്കുന്ന ഏതെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് എടുത്ത് അതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. കോൺഫിഡൻസ് കൂടും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. നന്നായി എഴുതുക.